PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ വീഴ്ച സമ്മതിച്ചു CPM. മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും പൂർണ്ണാർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്രത്തിന് ഇതുവരെയും കത്ത് നൽകാത്തത് മന്ത്രിസഭയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. PM ശ്രീ വിവാദം അവസാനിപ്പിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് ഇന്നത്തെ LDF യോഗത്തിലെ തീരുമാനം. LDFിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ കരാറിൽ ഒപ്പിട്ടതാണ് LDFിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം. CPMൽ പോലും ചർച്ച നടത്താതാണെന്ന വിമർശനവും ഉയർന്നിരുന്നു. ഇത് അംഗീകരിക്കുകയാണ് CPM. കരാറിൽ ഒപ്പിടും മുൻപ് മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച നടന്നില്ലെന്ന വീഴ്ച MV ഗോവിന്ദൻ സമ്മതിച്ചു. അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന കാര്യം അറിയിച്ച കേന്ദ്രത്തിന് കത്തയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. എന്നാൽ ഇതുവരെയും കത്തയക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: ചോദിച്ചാൽ മതി മന്ത്രിസഭയോട്. അല്ല, ഞാനങ്ങനെ പറയാ? ഇതെല്ലാം ഗവൺമെന്റ് ഔദ്യോഗിക തീരുമാനമല്ലേ? ഔദ്യോഗികമായിട്ട് തീരുമാനിക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ടല്ലേ ചോദിക്കേണ്ടത്? എന്നോട് ചോദിച്ചിരുന്നതാ. പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ PM ശ്രീ വിവാദത്തിൽ CPMലുള്ള എതിർപ്പ് കൂടി വ്യക്തമാക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ PM ശ്രീ വിഷയം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുകയുള്ളൂ എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.